സവാള ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ? വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് ആദ്യം ഒരു 1/4 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പാഴ്സ്ലി, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ഒറിഗാനോ, ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ ആദ്യം 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് എടുക്കാം. വെള്ളം ആദ്യമേ തന്നെ കൂടുതൽ ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം കൂടി പോകാതിരിക്കാനാണ്. ഞാനിത് മിക്സ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചുകൂടി വെള്ളം വേണം. അപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂൺ കൂടിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കട്ടിയൊന്നും കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് എടുക്കാം. ഒരുപാട് കട്ടി കൂടാനും പാടില്ല, എന്നാൽ അതേസമയം ഒരുപാട് ലൂസ് ആയിട്ടിരിക്കാനും പാടില്ല കേട്ടോ. അങ്ങനെ വേണം ഇതിൻ്റെ ബാറ്റർ ഇരിക്കാനായിട്ട്. ഇതായിരിക്കണം ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു സൈഡിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് 2 സവാള എടുക്കാം. ഞാനിവിടെ ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 2 വശം നമുക്ക് ഇതുപോലെ മുറിച്ച് മാറ്റിയതിന് ശേഷം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തൊന്ന് കൊണ്ടുവരണം. ഇനി നമുക്ക് ഈ സവാള ഒന്ന് മുറിച്ചെടുക്കണം. ഇതുപോലെ വട്ടത്തിലാണ് ഞാനിപ്പോൾ മുറിച്ചെടുക്കുന്നത്. ഈ ഒരു കനത്തിൽ വേണം നമ്മളത് മുറിച്ചെടുക്കാനായിട്ട്. ഈ 2 സവാളയും നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇനി അതിൽ നിന്ന് നമുക്ക് റിങ്സ് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. വലിയ സവാള കഴിവതും എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ ഞാനിവിടെ മുഴുവൻ റിങ്സും സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ നമുക്ക് എടുത്ത് വെക്കാം. അതുപോലെ ഒരു പ്ലേറ്റിൽ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി നമുക്ക് എടുത്ത് വെക്കാം. ഇനി നമ്മൾ ഓരോ റിങ്സായിട്ട് ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടൊന്ന് എടുക്കണം. ഒന്നുകിൽ ഒരു ഫോർക്ക് ഉപയോഗിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു സവാളയമേൽ ഈ ബാറ്ററൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കണം. അത് കാരണമാണ് ഈ ഒരു ബാറ്റർ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞു കേട്ടോ. ഇങ്ങനെ റെഡിയാക്കിയിട്ടുള്ള ഓണിയൻ റിങ്സ് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്താൽ മാത്രം മതി. ഇനി ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ചേർത്തും ചൂടാക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓണിയൻ റിങ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു സൈഡിൽ നിന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 വശവും ഒരേപോലെ നല്ല ക്രിസ്പായിട്ട് വരുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓണിയൻ റിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മയണൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കെച്ചപ്പിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. മിക്കവർക്കും അറിയാം ഇത് ഉണ്ടാക്കാനായിട്ട്. എന്നാലും അറിയാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.